അയാൾ കാൽമുട്ട് മടക്കി ഇരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും അനുഭവപ്പെടുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാൽമുട്ടിനൊരു ടൈറ്റ്നസ് അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും കാൽമുട്ടിന് വേദന അനുഭവപ്പെടുക. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. കാൽമുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുക, കാലിന് ബലക്കുറവ്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം, കാൽമുട്ടിനുണ്ടാകുന്ന തേയ്മാനവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. ഇത് എന്താണ്? ഈ തേയ്മാനം എന്ന് പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ ഏത് ഭാഗത്താണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്? അതുമൂലം നമ്മൾ കടന്നു പോകുന്ന ആ 4 സ്റ്റേജസ് ഏതാണ്? ശരീരഭാരം കൂടുന്നതും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസും തമ്മിലുള്ള ബന്ധം എന്താണ്? എക്സർസൈസ് എങ്ങനെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഇഫക്റ്റീവായി മാറുന്നത്? ചെയ്യാൻ പറ്റിയ കുറച്ച് സേഫായിട്ടുള്ള എക്സർസൈസും ചെയ്യാൻ പാടില്ലാത്ത എക്സർസൈസിനെ പറ്റി ഈ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, രോഗികൾക്ക് ശരിക്കും ഈ തേയ്മാനം എന്താണ്, അല്ലെങ്കിൽ അത് ഏത് സ്ട്രക്ചറിനെയാണ് ബാധിക്കുന്നത് കൃത്യമായൊരു ധാരണ ഇല്ല. നമ്മുടെ കാൽമുട്ടിന് ഉള്ളിലായിട്ട് ലിഗമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കാൽമുട്ടിനെ കവർ ചെയ്ത് മസിൽസ് ഉണ്ട്, പിന്നെ നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെ പല സ്ട്രക്ചേഴ്സ് ഈ മുട്ടിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇത് ഏത് സ്ട്രക്ചറിനാണ് ഉണ്ടാകുന്നത്, അപ്പോൾ ഏത് എക്സർസൈസാണ് നല്ലത്, ഏത് എക്സർസൈസാണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയൊന്നുമുള്ളൊരു ധാരണയില്ലാതെ പലപ്പോഴും ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും രോഗികൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കുക. കാലിലെ വലിയ ബോണ് അതാണ് ടിബിയ, സൈഡിലായിട്ട് ചെറിയ ബോണുണ്ട് അത് ഫിബുല, തുടയിലെ വലിയ ബോണ് ഫീമർ, ഇതുകൂടാതെ മുട്ടുചിരട്ട എന്ന് പറയുന്ന പറ്റല്ല നമ്മൾക്ക് കാണാം. ഇനി മറ്റൊരു സ്ട്രക്ചറാണ് ഈ മെനിസ്ക എന്ന് പറഞ്ഞ വാഷർ, അത് കാണാം. ഇനി തരുണാസ്ഥി നമുക്ക് കാണാം, ഈ ഭാഗത്ത് കാണുന്നതാണ് ഈ തരുണാസ്ഥി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ മുട്ട് തേയ്മാനം എന്താണെന്നൊന്ന് അറിയണമെങ്കിൽ ഈ തരുണാസ്ഥി എവിടെയാണെന്നൊന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഈ തരുണാസ്ഥിയുടെ അല്ലെങ്കിൽ കാൽമുട്ടിനുള്ളിൽ സംഭവിക്കുന്നത്? ഈ തരുണാസ്ഥിയും ഇവിടെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡും ലിഗമെൻറ്റും എല്ലാം ഒത്തുചേർന്ന് ഒരു സംയോജിത പ്രവർത്തനത്തിലൂടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ സന്ധി, ഈ കാൽമുട്ട്, ഈ ജോയിൻറ്റ് പ്രവർത്തിക്കുന്നു. അത് സ്റ്റേജ് 0 ആണ്, അവിടെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇല്ല. ഈ അസ്ഥിയുടെ എൻഡ് ഭാഗത്തായിട്ട് ഒരു സംരക്ഷണ കവചമായി, ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ഈ തരുണാസ്ഥി പ്രവർത്തിക്കുന്നത്. ഇതിനൊരു ഇലാസ്റ്റിക് സ്വഭാവവുമുണ്ട്. സന്ധികളിൽ വരുന്ന സമ്മർദ്ദത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ തരുണാസ്ഥി സഹായിക്കും. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സ്റ്റേജസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രേഡ് 0 എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ നീ ആണ്. നമ്മൾ അതിനെപ്പറ്റി ആദ്യം തന്നെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു. ഗ്രേഡ് 1ൽ വേദനയോ ഡിസ്കംഫോർട്ടോ ഇല്ല, പക്ഷേ മൈനർ ബോൺ സ്പർ ഗ്രോത്ത് ഉണ്ടാകും. എന്താണ് ഈ ബോൺ സ്പർ എന്ന് പറഞ്ഞാൽ? ഈ തരുണാസ്ഥിക്ക് അല്ലെങ്കിൽ കാർട്ടിലേജിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അത് സ്വയം പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളർന്നു വരുന്ന ഒരു അവസ്ഥ വരും. ഇതിനെയാണ് ഓസ്റ്റിയോഫൈറ്റ് അല്ലെങ്കിൽ ഈ ബോൺ സ്പർ എന്ന് പറയുന്നത്. മൈൽഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയാവുന്ന ഒരു സ്റ്റേജാണിത്. ഈ ഘട്ടത്തിലാണ് സാധാരണയായിട്ട് പേഷ്യൻ്റ് വേദനയും സ്റ്റിഫ്നെസ്സും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നത്. എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ബോൺ സ്പർ നമ്മൾ പറഞ്ഞ അതിൻ്റെ ഗ്രോത്ത് കാണാൻ സാധിക്കും. ഗ്രേഡ് 3 അല്ലെങ്കിൽ മോഡറേറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സ്റ്റേജാണിത്. ഇവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് പെയിൻ ഉണ്ടാകും. നമ്മൾ കാല് മടക്കാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഉണ്ടാകും. അതായത് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ നമ്മൾ എണീക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഒക്കെ മുട്ടിന് സ്റ്റിഫ്നെസ്സും വേദനയും ഉണ്ടാകും. ഇവിടെ ഈ തരുണാസ്ഥിക്ക് നല്ല ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ട് അസ്ഥികൾ തമ്മിലുള്ള സ്പേസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 4 എന്ന് പറയുന്നത് മോസ്റ്റ് സിവിയർ സ്റ്റേജ് ഓഫ് OA ആണ്. ഇവിടെ ഈ ജോയിൻറ്റ് സ്പേസ്, അതായത് ഈ ബോൺസ് തമ്മിലുള്ള സ്പേസ് നല്ലതുപോലെ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ തരുണാസ്ഥിക്ക്, അതായത് ഈ കാർട്ടിലേജിന് നല്ല ഡാമേജ് ഉണ്ടാവുകയും നല്ലതുപോലെ പെയിൻ ഉണ്ടാകുന്നു, നല്ല ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്.
ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്? പ്രൈമറി നീ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞൊരു നമുക്കതിന് എടുത്തു പറയാനായിട്ടൊരു റീസൺ ഇല്ല. ഒരു ഏജ് നമ്മുടെ പ്രായം കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡീജനറേഷനായിട്ട് നമുക്കതിനെ പറയാം. എന്നാൽ സെക്കൻഡറി നീ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ കാർട്ടിലേജിന് തേയ്മാനം ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിൻ്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയ ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഫിസിയോതെറാപ്പി, എക്സർസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫിസിയോതെറാപ്പിയിലെ ഫസ്റ്റ് പോയിൻ്റ് പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്താണെന്ന് രോഗിയെ മനസ്സിലാക്കി കൊടുക്കുക. ഈ വേദനയുടെ കാഠിന്യം അത് ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത്. ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് ഓരോ ഘട്ടത്തിലും എങ്ങനെയായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, വെയിറ്റ് കുറയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം, എങ്ങനെയാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. പെയിൻ മാനേജ്മെൻറ്റിന് നമുക്ക് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്, തെർമോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ നമ്മളൊരു നീ സപ്പോർട്ട്, ഒരു ബ്രേസ് അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡൂസ് ആൻഡ് ഡോട്ട്സ് ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി എക്സർസൈസിൻ്റെ പ്രാധാന്യം നോക്കാം. ഈ നീ ഓസ്റ്റിയോആർത്രൈറ്റിസിൽ നോൺ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സർസൈസ്. എക്സർസൈസ് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മുടെ വേദന കുറയ്ക്കുന്നതിനും ഇൻഫ്ലമേഷൻ, ഈ നീർക്കെട്ടൊക്കെ മാറ്റുന്നതിനും, ഈ സ്വെല്ലിങ് നീർക്കെട്ടൊക്കെ മാറ്റുന്നതിനും എക്സർസൈസ് നമ്മളെ സഹായിക്കും. അതുകൂടാതെ നമ്മുടെ ഓരോ ജോയിൻറ്റിനും ഒരു റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാൽമുട്ട് മടക്കി നീട്ടുന്നത് ഒരു പ്രത്യേക റേഞ്ച് ഡിഗ്രി മൂവ്മെൻ്റ് ഉണ്ട്. അതിനെ നോർമലൈസ് ചെയ്യുന്നതിന് സഹായിക്കും. നമ്മുടെ കാലിലെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ ആ ബലക്കുറവൊക്കെ മാറ്റുന്നതിന് സഹായിക്കും. പിന്നെ അതുകൂടാതെ പ്രോപ്രിയോസെപ്ഷനും ബാലൻസും. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ONE ഉണ്ടാകുന്നത് മൂലം നമ്മുടെ കാലിന് ബലക്ഷയം ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ബാലൻസ് ഒക്കെ കുറച്ച് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരെ അസസ്മെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് എക്സർസൈസ് പഠിപ്പിച്ച് തരുന്നതാണ്. ഈ വേദനയൊക്കെ ഒന്ന് മാറി നമ്മുടെ ഫങ്ഷണൽ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കാനായിട്ട് ഫിസിയോതെറാപ്പി നമ്മളെ സഹായിക്കുന്നു. ഒരു എക്സർസൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗോൾസിനെയൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ളതാണ്. അതിനുള്ള കുറച്ച് എക്സർസൈസ്, സിമ്പിളായിട്ട് സേഫായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സർസൈസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എപ്പോഴും ചോദിക്കുന്ന 3-4 ഡൗട്ടുകളുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് പേഷ്യൻസ് അറിയാൻ പാടില്ലാതെ ചെയ്യുന്നതാണെന്ന് തോന്നിയ കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയുടെ എൻ്റെ ഭാഗത്തുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. എന്തിനാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. പലപ്പോഴും മറ്റു പല രോഗികളും മറ്റു പല രോഗങ്ങൾക്കുമായിരിക്കും ആ എക്സർസൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻ്റ് തെറ്റിദ്ധരിക്കുന്നത് ഏത് എക്സർസൈസും എനിക്ക് ചെയ്യാം, അവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാം എന്നൊരു ധാരണയുണ്ട്. നമ്മുടെ മുട്ടിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇഞ്ചുറി ഡിഫറൻ്റ് ആണ്, അതിൻ്റെ എക്സർസൈസും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന എക്സർസൈസ് എനിക്കും നല്ലതായിരിക്കും, അല്ലെങ്കിൽ എനിക്കും അത് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളത് തെറ്റായ ധാരണയാണ്. അപ്പോൾ അതെവിടെയാണ് അതിൻ്റെ തെറ്റ് കിടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്റ് എന്താണ്, അതിൻ്റെ ലോജിക്ക് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു 5 എക്സർസൈസ് നോക്കാം. എക്സർസൈസിനെല്ലാം മോഡിഫിക്കേഷനുണ്ട്. അതിൻ്റെ മോഡിഫിക്കേഷനായിട്ട് നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ആഡ് ചെയ്ത് സ്ട്രെങ്തനിങ് എക്സർസൈസ് ഉണ്ട്, റെസിസ്റ്റഡ് എക്സർസൈസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ഓരോ യൂണീക്ക് ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവർ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. ഈ 5 എക്സർസൈസ് നമ്മൾക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സർസൈസാണ് സ്ട്രെയിറ്റ് ലെഗ് റേസ് എക്സർസൈസ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ കിടക്കുന്നു. ഒരു കാല് മടക്കി വെക്കുന്നു, മറ്റേ കാല് ഭൂമിയുടെ ഗുരുത്വബലത്തിനെതിരെ, ഗ്രാവിറ്റിക്കെതിരെ ഉയർത്തിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5. അത് നമുക്ക് 10 കൗണ്ട് വരെ അങ്ങനെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാല് താഴെ വെക്കുന്നു. ഇങ്ങനെ നമ്മൾക്ക് 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്.
സെക്കൻഡ് എക്സർസൈസ് എന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് എക്സർസൈസ് ആണ്. വെരി ഇഫക്റ്റീവായിട്ടുള്ള എക്സർസൈസ് ആണ്. ഇതിനായിട്ട് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇരിക്കുന്നു. ഒരു റോൾഡ് ടവല് നമ്മുടെ കാൽമുട്ടിൻ്റെ അടിയിൽ വെക്കുന്നു. അതിനുശേഷം കാൽമുട്ട് താഴേക്ക് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാഫിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുകയും നമ്മുടെ ഹീല് അവിടുന്ന് പൊങ്ങി വരിക, പിക്ചറിൽ കാണുന്ന പോലെ പൊങ്ങി വരുന്നു. നമ്മുടെ തള്ളവിരൽ നമ്മുടെ മുഖത്തിൻ്റെ ഡയറക്ഷനിലേക്കാണ്, താഴേക്കല്ല ആക്കുന്നത്. ആ പൊസിഷൻ നമ്മൾ 1 2 3 4 5 അതുവരെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പതുക്കെ നമുക്ക് ആ ഹോൾഡ് 10 സെക്കൻഡ്സ് ആകാം. ഇങ്ങനെ ഈ എക്സർസൈസ് 10 പ്രാവശ്യം ചെയ്യുക. നെക്സ്റ്റ് എക്സർസൈസ് ചെയ്യുന്നതിനായിട്ട് ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ കാൽപാദത്തിൻ്റെ, അതായത് ഈ ആംഗിൾ ജോയിൻ്റ് അടിയിലായിട്ട് ഒരു റോൾഡ് ടവൽ വെക്കുക. അതിനുശേഷം ആ ടവലിലേക്ക് ബലം കൊടുത്തുകൊണ്ട് മുട്ട് സ്ട്രെയിറ്റ് ആകുന്ന തരത്തിൽ, അതായത് താഴേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്, അങ്ങനെ പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. അടുത്ത ഒരു ലെഗ് സ്ട്രെച്ച് എക്സർസൈസാണ്. ഇതിനു വേണ്ടി ഈ പൊസിഷനിൽ കാണുന്നത് പോലെ ഇരിക്കുക. ഒരു കാല് മടക്കി വെച്ചിരിക്കുന്നു, ഒരു കാല് നീട്ടി വെച്ചിരിക്കുന്നു. ഇനി നമ്മളുടെ ആ നീട്ടി വെച്ചിരിക്കുന്ന കാല് മടക്കി നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഹീല് സ്ലൈഡ് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ചെസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നിടം വരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 1 2 3 4 5 ഈ 5 ആണ് എപ്പോഴും നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് 10 ആക്കാം. അതിനുശേഷം നല്ലതുപോലെ കാല് നീട്ടുക. ആ നീട്ടിയ പൊസിഷനും ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഫിഫ്ത്ത് എക്സർസൈസ് SLR ഇൻ സിറ്റിംഗ് പൊസിഷൻ, സ്ട്രെയിറ്റ് ലെഗ് റേസ്. അതായത് നമ്മൾ ചെയറിൽ 2 കാലും മടക്കി ഇരിക്കുന്നു. അതിനുശേഷം ഒരു കാല് നമ്മൾ ഇങ്ങനെ ഗ്രാവിറ്റിക്കെതിരെ, അതായത് ഭൂഗർത്ത ബലത്തിനെതിരെ പൊക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അതാണ് ഒരു കൗണ്ട് 1 എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് 10 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നു. എപ്പോഴും പേഷ്യൻറ്റിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്ക്വാറ്റിംഗ്, അതായത് ഡീപ്പ് സ്ക്വാറ്റിംഗ്. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാകും, യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാകും. അപ്പോൾ അത് ഈ ഡീപ്പ് സ്ക്വാറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ ONE ഉള്ളപ്പോൾ. നമുക്കപ്പോൾ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഉത്തരമാണ് ആവശ്യം. ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഡീപ്പ് സ്ക്വാറ്റ് ചെയ്യുന്നത് ഈ ONEയുടെ ലക്ഷണങ്ങളെ കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ സ്ട്രെസ്സിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന 2 പഠനങ്ങൾ നോക്കാം. അതിലും കാണാം നമ്മൾ ഇങ്ങനെ ഡീപ്പ് സ്ക്വാറ്റ് ചെയ്യുമ്പോൾ ജോയിൻറ്റിലെ ലോഡെന്ന് പറയുന്നത് എത്ര അധികം കൂടുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അമിതഭാരമുള്ള ഒരു വ്യക്തി, ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു വ്യക്തി ഡീപ്പ് സ്ക്വാറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സാണ് അവരുടെ ജോയിൻറ്റിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത്, അതായത് കാൽമുട്ട് മടക്കി യൂറോപ്യൻ ക്ലോസറ്റിൽ പോലും പോകാൻ പാടില്ലാത്ത ബുദ്ധിമുട്ടുന്ന രോഗികളുണ്ടായിരിക്കും. അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എക്സർസൈസാണ്. ഒരു ചെയർ ഇട്ടു, അതിലൊരു കുഷൻ ഇട്ടു, അതിൽ ഇരുന്ന് എവിടെയെങ്കിലും സപ്പോർട്ടോട് കൂടി കുറച്ചിരുന്ന് ഒന്ന് എണീറ്റ് നോക്കി ആ രീതിയിലുള്ള എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുക. സാവധാനം അത് ഒന്ന് നമുക്കൊരു മൊബിലിറ്റി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും കുഷൻ മാറ്റി നോക്കുക. അങ്ങനെ നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇതൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഗൈഡൻസിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതല്ലാതെ ഡീപ്പ് സ്ക്വാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്വാറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് കരുതരുത്. അത് പലപ്പോഴും അമിതഭാരവും ഈ തേയ്മാനവും ഉള്ള ആൾക്ക് ജോയിൻറ്റിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് ഇടയാക്കുന്നത്. അപ്പോൾ വീണ്ടും നീർക്കെട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യുക. ഇതുകൂടാതെ നമ്മൾക്ക് എയറോബിക് എക്സർസൈസ് ചെയ്യാവുന്നതാണ്. വാക്കിങ് നല്ലതാണോ എന്നുള്ളതാണ്. ഒരു മൈൽഡ് ടു മോഡറേറ്റ് OA ഉള്ളവർക്ക് വാക്കിങ് ബെനിഫിഷ്യലാണ്. പക്ഷേ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു ജെൻറ്റിൽ വാക്കിങ് മതി, അല്ലാതെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഹൈ ഇമ്പാക്റ്റ് വാക്കിങ് നല്ലതല്ല. ഇനി അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്? റെഗുലറായിട്ട് ചെറിയ ഡിസ്റ്റൻസ് നടക്കാൻ നോക്കുക, അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദിവസം കുറേ ദൂരം നടക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഡ്യൂറേഷൻ ഒരു 10 to 15 മിനിറ്റ്സ് ബെനിഫിഷ്യലാണ്. ഇനി നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നടക്കുക. ഒത്തിരി ബ്രിസ്ക്കായിട്ട് വോക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ സിവിയർ OA ഉള്ളവർ നടത്തം ഒഴിവാക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ, സ്റ്റെപ്പ് കയറുന്നത്, സ്റ്റെയർ കേസ്, ഇത് നല്ലതാണോ? ഇത്രയും കാര്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്തുത്തരമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ ഏത് ഘട്ടത്തിലും നല്ല ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ്, ഏത് സ്റ്റേജ് ആണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി താമസിക്കാതെ എത്രയും വേഗം പ്രൊഫഷണൽ കെയറിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക.